നമസ്കാരം. തിരുവനന്തപുരത്തെ വിവാഹ തട്ടിപ്പ് കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് യുവതികളെ വിവാഹം കഴിച്ച ശേഷം പണം തട്ടി മുങ്ങുന്ന ബിരുദനെ പോലീസ് പിടികൂടിയത്. ആനാട് സ്വദേശി 37-കാരനായ വിമലിനെയാണ് നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. നെടുമങ്ങാട് സ്വദേശിനികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തിരുന്നത്. വിവാഹ വാഗ്ദാനം നൽകി യുവതികളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും പണം തട്ടി മുങ്ങുകയുമായിരുന്നു പ്രതി. 2 പേരിൽ നിന്നുമായി 6.5 ലക്ഷം രൂപയും 5 പവൻ സ്വർണവുമാണ് ഇയാൾ തട്ടിയത്. സമാന രീതിയിൽ നിരവധി യുവതികളെ ഇയാൾ തട്ടിപ്പിനിരയാക്കിയതായിട്ടാണ് സൂചന. നെടുമങ്ങാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആംബുലൻസ് സർവീസിലെ ഡ്രൈവറായിരുന്നു കേസിലെ പ്രതിയായ വിമൽ. 2023-ലാണ് പരാതിക്കാരിയുമായി പ്രതി പരിചയത്തിലാകുന്നത്. നല്ല ശമ്പളമുള്ള ജോലി തരപ്പെടുത്തി നൽകാമെന്ന വ്യാജേന യുവതിയുടെ ഫോൺ നമ്പർ വാങ്ങി പ്രതി സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു. ശേഷം യുവതിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും ഇയാൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പലതവണ യുവതിയെ ലൈംഗികമായി പ്രതി പീഡിപ്പിക്കുകയും ചെയ്തു. പരാതിക്കാരിയോട് അടുപ്പത്തിലായിരുന്ന കാലയളവിൽ പ്രതി മറ്റൊരു യുവതിയുമായി 9 വർഷത്തോളമായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. എന്നാൽ ഈ വിവരം വളരെ വൈകിയാണ് പരാതിക്കാരി തിരിച്ചറിയുന്നത്. കഴിഞ്ഞ 5-നാണ് വിവാഹം രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞ് യുവതിയുമായി വിമൽ രജിസ്റ്റർ ഓഫീസിൽ പോകുന്നത്. അവിടെ വെച്ചാണ് ഇയാളുടെ തട്ടിപ്പ് യുവതിക്ക് മനസ്സിലാകുന്നത്. പരാതിക്കാരിയുമായി വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരാഴ്ച മുന്നേ മറ്റൊരു യുവതിയുമായി എത്തി പ്രതി വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ വിവരം രജിസ്ട്രാർ ഓഫീസിൽ നിന്നുമാണ് യുവതിക്ക് മനസ്സിലാകുന്നത്. തുടർന്ന് യുവതി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അടുപ്പത്തിലായിരുന്ന കാലയളവിലാണ് അമ്മയ്ക്ക് ക്യാൻസർ ചികിത്സയ്ക്കാണെന്ന പേരിൽ പണം കൈപ്പറ്റിയത്. പല തവണകളായിട്ടാണ് ഇയാൾ പണം കൈപ്പറ്റിയത്. നെടുമങ്ങാട് സ്വദേശിയായ പരാതിക്കാരിയിൽ നിന്ന് 5 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയും ഇയാൾ കൈക്കലാക്കി. തിരികെ നൽകാമെന്ന് ഉറപ്പ് നൽകിയാണ് പണവും സ്വർണവും യുവതിയിൽ നിന്നും ഇയാൾ വാങ്ങിയത്. എന്നാൽ 2024-ൽ അമ്മ മരണപ്പെട്ടതായും പ്രതി യുവതിയോട് പറഞ്ഞിരുന്നു. ഇതും കള്ളമായിരുന്നു എന്ന് പിന്നീടാണ് യുവതിക്ക് മനസ്സിലാകുന്നത്. ഇയാൾക്കെതിരെ വഞ്ചന, തട്ടിയെടുക്കൽ കേസുകളും നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നിലവിലുണ്ട്. യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാകുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 69 വകുപ്പ് പ്രകാരമാണ് പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തത്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്.